ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടാണെന്നല്ലേ, കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട് ബീച്ചും അതുപോലെ മിഠായിത്തെരുവ്, ഇപ്പോൾ പുതിയ ലുലു മാളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പോകുകയാണ്. അപ്പോൾ പോണതും പോയിട്ട് വരുന്നതിലുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളത് ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ പോയാലേ വൈകുന്നേരം നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മോന് സ്കൂളില്ലാത്തത് കൊണ്ട് ഞങ്ങളൊന്ന് ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ വീട്ടിൽ മതിലിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് പണി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നബിദിനൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസം ആവാറായിട്ടുണ്ട്. ആ ടൈമിലാണ് ഞങ്ങൾ പോണത്. പോണ വഴിക്ക് തന്നെ അറിയില്ല, കറക്റ്റ് സ്ഥലം അറിയില്ല. അവിടുത്തെ നബിദിനത്തിൻ്റെ അവിടെയുള്ള മദ്രസകളിലൊക്കെ റാലിയെ തോന്നണോ വരിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മദ്രസ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മദ്രസകളുടെ ദഫും അതുപോലെ റാലിയും ഒക്കെ വരിക്ക് പോകുന്നുണ്ടായിരുന്നു, പല കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 9 മണി കഴിഞ്ഞപ്പോഴും കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. മോന് ഇക്കാക്കൊക്കെ മസാല ദോശയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ 2 ചപ്പാത്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ മോനോട് കഴിക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഞാൻ ചപ്പാത്തിക്ക് വെയിറ്റ് ചെയ്തിരിക്കട്ടോ. ചപ്പാത്തി കൊടുന്നിട്ടില്ല. ചപ്പാത്തി മുട്ടക്കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ലുലു മാളിലോട്ടാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ അന്ന് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ ദൂരെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു വരെ ചെയ്തത്. അപ്പോൾ നല്ല തിരക്കുണ്ടായി. എന്തൊരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പുറത്തായിരുന്നു പാർക്കിംഗ് ഉണ്ടായിരുന്നത്. അതുപോലെ എന്താ പറയുക, നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലു മാളിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി. ഒന്നുമില്ല, വെറുതെ കാണാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ എന്തായാലും അവിടെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ചു. ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇക്ക വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാനും മോനും പാട് ഉള്ളിലോട്ട് കയറി ഇക്ക വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കിയിട്ട് ഓഫറുള്ളതും പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ കുട്ടികളെ സെക്ഷനിലാട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. കിഡ്സിൻ്റെ ബാഗും അതുപോലെ വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, പിന്നെ കുറച്ച് ടോയ്സൊക്കെ ഉള്ള സെക്ഷനിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഇതേപോലത്തെ ഒരു ബോക്സ് വേണം പറഞ്ഞിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവന് പറ്റിയ ബോക്സ് നോക്കുമായിരുന്നു കേട്ടോ. അവൻ പറഞ്ഞത് അവന് സ്പൈഡർമാൻ്റെ ബോക്സ് വേണമെന്നാണ്. പക്ഷേ കിട്ടണുണ്ടായിരുന്നില്ല. അതിൽ കൂടുതലും ഗേൾസിൻ്റെ കാർട്ടൂണൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവന് പറ്റിയില്ല. സ്പൈഡർമാൻ വേണം പറഞ്ഞിട്ട് ഓരോ തരുന്നിട്ട് വേറെ ഏതോ ഇത് കാർട്ടൂണിൻ്റെ ഇട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബോക്സൊക്കെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തിട്ട് അടുത്തതായിട്ട് അവൻ ഇതുപോലത്തെ സ്റ്റിക്കർ വേണമെന്നിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്പൈഡർമാൻ്റെ തന്നെ വേണം പറഞ്ഞിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവന് നല്ലൊരു ലഞ്ച് ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ട് നോക്കാം കേട്ടോ. അവന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇക്ക കൊടുത്തയക്കുക ചെയ്തത്. അപ്പോൾ അതിൽ 2 ഉണ്ടായിരുന്നു. അതാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത്. പിന്നെ ഇതിൽ കുറേ നോക്കി ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നല്ല സ്പേസ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ നല്ല കുഞ്ഞതായിരിക്കും. അപ്പോൾ അവന് കൊടുത്തയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിർത്തില്ല. കുറേ നോക്കിയിട്ടോ, എന്നിട്ട് പറ്റാഞ്ഞിട്ടാണ് എടുക്കാണ്ടിരുന്നത്. അപ്പോൾ അവനെല്ലാം ഇഷ്ടമായി. ഓരോന്നിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവനെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാം കൊടുത്തയക്കുന്നത് ചോറൊക്കെ. അപ്പോൾ അവർക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലഞ്ച് ബോക്സ് ആണല്ലോ. അപ്പോൾ അതൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് മാറി. അടുത്തതായിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ സോപ്പ് പൊടിൻ്റെ സെക്ഷനിൽ നല്ല ഓഫർ കണ്ടു കേട്ടോ. അപ്പോൾ ഞാനവിടെ പോയിട്ട് ഒരു 10 കിലോൻ്റെ സോപ്പ് പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നു.
ഇത് കൂടാതെ നമ്മൾ കുറച്ച് ഓയിലും അതുപോലെ അരിപ്പൊടി അങ്ങനെയുള്ള കുറച്ച് ചില്ലറ ഐറ്റംസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാനുണ്ടായിരുന്നില്ല. മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാമെന്ന് വെച്ചിട്ടാണ് കയറിയത്. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പച്ചക്കറീൻ്റെ അവിടെ നിന്ന് പോയപ്പോൾ ഫിഷിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. മേടിക്കാനെന്നല്ല, ഒരുപാട് വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ മോൻ കണ്ടപ്പോൾ അവിടെ പോയി നിന്നു. അപ്പോൾ ഞാനവിടെ പോയി നിന്നിട്ട് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. നമുക്ക് പേരൊന്നും അറിയാത്ത ഒരുപാട് മീനുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ഡ്രീം കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഒരുപാട് കഴിക്കാൻ പൂതിയുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഡ്രീം കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഗൾഫിലാകുമ്പോൾ നല്ല റേറ്റാണ്, നാട്ടിലത്തേക്കാളും റേറ്റ് കൂടുതലാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഇപ്രാവശ്യം വന്നാൽ ഞാൻ ഉണ്ടാക്കി തരാമെന്നാണ് ആദ്യം ഇക്കാനോട് പറഞ്ഞത്. അപ്പോൾ ഒക്കെ പറഞ്ഞു ഇപ്പോൾ അത് ഉണ്ടാക്കാനും നിൽക്കണ്ട, നമുക്ക് ഇവിടുന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തോന്നുന്നു അവിടെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ ബില്ല് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ഷോപ്പുകളിൽ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട്, ഒന്നും പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് കറങ്ങി ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ബില്ല് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ബാക്കിയുള്ള ഓരോ ഷോപ്പുകൾ അതിനൊക്കെ അങ്ങനെ പോയിട്ടൊന്നും കയറിയിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെറുതെ അങ്ങനെ കാണാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് വന്നു. ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമായിട്ട് ഞാൻ കൂടുതലായിട്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ടൊരു വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. ചില ഷോപ്പുകളിലൊന്നും വീഡിയോ അലൗഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കോഴിക്കോട് ലുലുമാളിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് മിഠായിത്തെരുവിലോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മിഠായിത്തെരുവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മിഠായിത്തെരുവിൽ എത്തിയിട്ട് ഞാനും ഉക്കിമ്പാടെ ഒരു ഭാഗത്തു നിന്നാണ് നടക്കാൻ തുടങ്ങി കേട്ടോ. അവിടെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, നല്ല റേറ്റ് കുറവാണ്, ഒരുവിധം എല്ലാം ചെരുപ്പ് അതുപോലെ ഡ്രസ്സ് കാര്യങ്ങൾക്കൊക്കെ നല്ല വില കുറവാണെന്ന്. പക്ഷേ അവിടെ പോയപ്പോൾ അങ്ങനെ തോന്നിയില്ല. ഞാൻ 2-3 കടയിൽ കയറി, നമ്മുടെ നാട്ടിലത്തെ അതേ റേറ്റ് തന്നെ കേട്ടോ എല്ലാ പ്രൊഡക്റ്റിനും എല്ലാ ഡ്രസ്സുകൾക്കൊക്കെ. അതായത് നമുക്ക് ക്വാളിറ്റി കൂടുന്ന അനുസരിച്ചിട്ട് റേറ്റും വ്യത്യാസം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സിന് നല്ല റേറ്റുണ്ട്, നല്ല ലോക്കലായിട്ടുള്ള ക്വാളിറ്റി കുറവുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെയാണ് നല്ല റേറ്റ് കുറവ്. അത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് അവിടെ നിന്ന് അത്രയും തോന്നിയുള്ളൂ, വലിയ റേറ്റ് കുറവൊന്നും തോന്നിയില്ല. ഒരു ഷൂവിനൊക്കെ 1500 റുപ്യക്ക് കേട്ടോ അവിടെ റേറ്റ്. നല്ല റേറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി നോക്കിയതാണ്. പക്ഷേ 50% ഓഫറുണ്ട് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കയറി നോക്കുന്ന ഷോപ്പിലൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇക്ക പറഞ്ഞു ഇതേ റേറ്റിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എന്തിനിപ്പോൾ ഇത്രയും ദൂരം വന്ന് ഇവിടെ നിന്ന് എടുക്കുന്നത് പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിർത്തിയില്ല. പിന്നെ നമുക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, അവിടെയുള്ള നാട്ടുകാർക്ക് അറിയുന്നുണ്ടാവും. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടതുമില്ല, റേറ്റൊന്നും വലിയ കുറവുണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങൾ പോയതല്ലേ വെച്ചിട്ട് ഞങ്ങൾ ഒരുവിധമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒരുപാടൊന്നും കറങ്ങാൻ പറ്റില്ല, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഒരുപാടൊന്നും കറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ നിന്ന് മിഠായിത്തെരുവിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒക്കെ എന്നോട് ചോദിച്ചതാണ്, ഇതാണോ നീ പറഞ്ഞ ഏറ്റവും വില കുറവുള്ള ഡ്രസ്സ് അതുപോലെ ബാക്കിയുള്ള ഐറ്റംസ് എന്നൊക്കെ ചോദിച്ചിട്ടോ. ഞാൻ അവിടുന്ന് വരുമ്പോൾ കോഴിക്കോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ മിഠായിത്തെരുവിലോട്ടൊന്ന് കൊണ്ടുപോയി. ഞാൻ ഒരുപാട് വീഡിയോസിട്ട് കണ്ടിട്ടുണ്ട്, നല്ല റേറ്റ് കുറവാണ്, 50 രൂപയുടെ ടോപ്പ്, 50 രൂപയുടെ ബാഗ്, ചെരുപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ മിഠായിത്തെരുവിൽ നിന്ന് ഇറങ്ങിയവിടെയൊക്കെ ചോദിച്ചത് ഇതാണോ നിൻ്റെ വില കുറവെന്ന് കേട്ടോ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇവിടെ വന്നാൽ മിഠായിത്തെരുവിൽ പോകണം, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ നല്ല വില കുറവല്ലേ എന്നൊക്കെ. അപ്പോൾ ഒക്കെ ഫ്ലോപ്പായി കേസ്. പിന്നെ ഞങ്ങൾ മിഠായിത്തെരുവിൽ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. ഫുഡ് കഴിക്കാൻ പോയത് റഹ്മത്ത് ഹോട്ടലിലോട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് പിന്നെ ഇവരെ ഒരു ഓട്ടോ വരും, അതിൽ കയറിയിട്ട് പോരുക ചെയ്യാം. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ടേബിൾ ഒഴിയുന്ന ടൈമിൽ നമ്മൾ ഉള്ളിലോട്ട് വിളിക്കുക ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ പോയിട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇക്കയും മോനും ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇക്കൻ ബീഫും മോന് ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഞാൻ ചിക്കൻ ഫ്രൈ ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിലും അതുപോലെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കോഴിക്കോട്ടുകാരെ ഫുഡൊക്കെ അടിപൊളിയാണ്, പിന്നെ കോഴിക്കോടുകാരൻ്റെ ബിരിയാണി ഫേമസ് ആണല്ലോ, അപ്പോൾ അത് തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ട്
ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കോഴിക്കോട്. അപ്പോൾ അവിടെയുള്ള ഒരാളോട് വിളിച്ചിട്ട് ഏതാണ് നല്ല ഹോട്ടൽ, ഇവിടെ നല്ല ബിരിയാണി കിട്ടുകയെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം പോയത് കൂനിച്ചിറയിലായിരുന്നു. കൂനിച്ചിറ എന്ന് തന്നെ തോന്നുന്നു. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോന്നിട്ടാണ് ഞങ്ങൾ റഹ്മത്ത് ഹോട്ടലിലോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് വന്നത്. ബീച്ചിലോട്ട് വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇക്ക ഒരുപാട് ദൂരത്ത് കൊണ്ടിട്ടാണ് പാർക്ക് ചെയ്തത്. ഞങ്ങളവിടെ ഇറക്കിയിട്ട് ഇക്ക കുറേ ദൂരത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു വരെ ചെയ്താണ്. അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു സ്റ്റേജൊക്കെ കെട്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇരിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഇരുന്നു. ഇക്ക വന്ന ശേഷം കുട്ടികളും ഒക്കെ നമ്മുടെ ബീച്ചിലൊക്കെ ഇങ്ങനെ കളിച്ചു. അപ്പോൾ ഇക്കാക്ക് കോഴിക്കോട് വന്നിട്ട് ഏക ഇഷ്ടപ്പെടാത്തൊരു കാര്യമുള്ളൂ കേട്ടോ, ഈ വണ്ടി ഒരുപാട് ദൂരെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുക. ഇവിടെ ഞങ്ങളിപ്പോൾ ലുലു മാളിലാണെന്നുണ്ടെങ്കിലും മറ്റേ മിഠാത്തെരുവിലാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇപ്പോൾ ബീച്ചിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് ദൂരെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കുക, ഇങ്ങനെ നടന്നു വരിക ചെയ്യുക. എന്നെയും കുട്ടികളെ ഇവിടെ ഇറക്കിയിട്ട് എനിക്ക് അവിടെ നിന്ന് നടന്നു വരിക ചെയ്യുക. ചില ടൈമിൽ നല്ല ദൂരം വെക്കും വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ടാകുക. പാർക്കിംഗ് ഏരിയ ഒക്കെ ഓൾറെഡി ഫുള്ളായിരിക്കും. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ, നമ്മൾ ഇത്രയും ദൂരം നിന്ന് നടന്ന് ഇങ്ങോട്ട് വരും വേണം. അപ്പോഴേക്കും കുറേ നേരം ഇവിടെ ഒറ്റയ്ക്ക് ഞങ്ങളാക്കിയിട്ട് പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് കാക്ക് ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ ചില സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിനായിട്ടൊക്കെ കോഴിക്കോട്ടേക്ക് പോകാൻ സമ്മതിച്ചത്. ഇക്കാക്ക് വയനാട്, ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പോകാനാണ് താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പോയാൽ നമുക്ക് ചിലപ്പോൾ വൈകുന്നേരം നമുക്ക് എത്താൻ പറ്റില്ല, ഇത് നമുക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വരാൻ പറ്റുന്ന രീതിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ കോഴിക്കോട് സെലക്ട് ചെയ്തത്. അപ്പോൾ പിന്നെ അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. ഈ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് ബുദ്ധിമുട്ടി. എന്നുവെച്ചാൽ നല്ല തിരക്കുള്ള ടൈമായിരുന്നു. പിന്നെ ഓരോ പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ടോ ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ഒഴിവുള്ള ദിവസം കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ ഇത്ര ദൂരം കൊണ്ടുപോയിട്ട് വന്നത്. അങ്ങനെ ഇപ്പോൾ ഒക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. മോന് കടലിലോട്ട് ഇറങ്ങാൻ ഭയങ്കര പേടി കേട്ടോ. ഇക്ക വന്നിട്ടാണ് അവനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കൊണ്ടുപോയത്. അവന് തിരമാല വരുമ്പോഴേക്കും അങ്ങനെ പേടിച്ചിട്ട് ഓടും. പിന്നെ ഷൂ ഒക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് ഇക്ക അവർ രണ്ടാളെയും ബീച്ചിലോട്ട് കൊണ്ടുപോയത്. ഞങ്ങൾ വൈകുന്നേരമാണല്ലോ ബീച്ചിലെത്തിയത്. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന ടൈമിലുള്ള വീഡിയോ കേട്ടോ ഇത്. കുറേ നേരം ഞങ്ങളോട് ഇരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഭാഗത്ത് ഒഴിഞ്ഞു മാറി ഇരുന്നിട്ട് കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ട് പോയിട്ട് കടലിൽ പോയിട്ട് കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. നേരമോന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് വെള്ളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ മെല്ലെ മെല്ലെ പോകും. വെള്ളം തട്ടുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും അവൾ അതിനെ പോകും കേട്ടോ. വെള്ളം ഇങ്ങനെ കാലെടുക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് ഇങ്ങനെ പിടിക്കുക ചെയ്താൽ നിൽക്കാൻ്റെ കയ്യിൽ രണ്ടാളും പിടിച്ചിട്ട് വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഞാൻ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. എന്നിട്ട് ഷൂ അവിടെ ഒരു ഭാഗത്ത് ഊരി വെച്ചിട്ട് ഇങ്ങനെ പോയി കളിച്ചു. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന ടൈമിൽ ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഫോണിൽ കാണുന്നത് പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണം കൊണ്ട് അവിടെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനും അവിടെ പോയിട്ടിരുന്നു കുറച്ച് നേരമൊക്കെ. പിന്നെ ഒരു 6 മണി 6:30 ആയപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇക്ക പോയിട്ട് ആ ടോയ്സുകളുടെയൊക്കെ പോയിട്ട് അവർക്ക് എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നല്ല റേറ്റ് ആട്ടോ ടോയ്സിനൊക്കെ, നമ്മുടെ നാട്ടിനേക്കാൾ റേറ്റ് കൂടുതലാണ് ഇവിടെ. അപ്പോൾ അതിന് ഓരോന്ന് നോക്കിയിട്ട് ഒക്കെ അവർക്ക് ഓരോന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടോയ്സൊക്കെ മേടിച്ച ശേഷം പിന്നെ ഉപ്പിലിട്ട ഓരോ സാധനങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഞങ്ങളങ്ങോട്ട് കൊടുന്നു കേട്ടോ. ഞാൻ കഴിച്ചില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെ ഐസ് കൊണ്ടുള്ള എന്തൊക്കെ സംഭവമല്ലേ ഗ്ലാസ്സിൽ ഇങ്ങനെയൊക്കെ ഒരുതിയിട്ടിടുന്നത്, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോനൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടോ. മാങ്ങയും അതുപോലെ പൈനാപ്പിൾ അങ്ങനെ എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ തിരിച്ചിട്ടോ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഫുഡൊന്നും കഴിച്ചില്ല, വലിയ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അവിടെ നിന്ന് കോഴിക്കോട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല. ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയി.
അവിടെ എത്താറാണ്, നമ്മുടെ നാട് എത്താറാണ് കുറച്ച് മുമ്പ് കുട്ടികൾക്ക് ഓരോ ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. അവർക്ക് ഫ്രൈഡ് റൈസാണ് നല്ല ഇഷ്ടം. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ വാങ്ങി ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിച്ചു. വയറൊക്കെ നല്ല ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ തിരിച്ചു വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.